നമ്മൾ നമ്മുടെ സ്കൂളിൽ നിന്നോ അല്ല വീട്ടിൽ നിന്നോ പഠിച്ച 2 മാജിക്കൽ വേർഡ്സ് ഉണ്ട്. ഒന്ന് സോറി, വേറൊന്ന് താങ്ക്സ്. പക്ഷേ നമ്മൾ എത്ര പേരാണ് അത് മനസ്സറിഞ്ഞ് ദിവസേന പറയുന്നത്? കുറച്ച് ദിവസം മുമ്പ് ഒരു ജാപ്പനീസ് പെണ്ണ് പെറുവിൽ ട്രാവൽ ചെയ്തു. അപ്പോൾ അവിടെ നടന്നൊരു സംഭവം വൈറലേ. ഓൾ ഒരു വ്ളോഗറാണ്. അപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റിലോട്ട് വ്ളോഗ് ചെയ്ത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ട്രീറ്റ് വെൻഡർ ആണെങ്കിൽ ഓളുടെ അടുത്ത് സാധനം മേടിക്കുന്ന ചോദിച്ചുകൊണ്ട് വന്നു. മറ്റേ ജപ്പാനിൽ ഇതേ കണക്ക് സ്ട്രീറ്റ് വെൻഡർ എന്ന കോൺസെപ്റ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഓള് വിചാരിച്ചിട്ട് എന്തെങ്കിലും ടൂറിസ്റ്റ് സ്കാം ആയിരിക്കും എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ഒന്നാമതേ അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഹോട്ടായതുകൊണ്ട് തന്നെ ഓള് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതിനോടൊപ്പം ഈ സ്കാമറും കൂടെ അപ്രോച്ച് ചെയ്യുന്നത് കണ്ടപ്പോൾ ഓളാണെങ്കിൽ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറിയത്. ഇത്രയും നടന്നിട്ടും ആ വെൻഡറാണെങ്കിൽ ഭയങ്കര സമാധാനത്തോടും സ്മൈൽ ചെയ്തുമാണ് ഓളുടെ അടുത്ത് തിരിച്ച് പെരുമാറിയത്. അപ്പോൾ ഇതൊക്കെ മറ്റേ ലൈവിലി റെക്കോർഡ് ആയതുകൊണ്ട് തന്നെ ഇത് അവിടുത്തെ ജനങ്ങളുള്ള ലോക്കലായിട്ട് ജനങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ നമുക്ക് ഇതിൽ അറിയാലോ ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഇവിടെയുണ്ട്, അതേപോലെ പെറുവിലും ഉണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വെറും ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഇദ്ദേഹം ഒരു സ്കാമറും ഒന്നും അല്ല എന്ന് മനസ്സിലായപ്പം കമൻറ്റിലാണെങ്കിൽ ഇതിനെ പറ്റി കുറേ മെസ്സേജൊക്കെ വന്നു. അങ്ങനെ പാവമാണ്, നിങ്ങൾ എന്തിനാ എത്ര റൂഡായിട്ട് പെരുമ്പോൾ അങ്ങനെ കുറേ മെസ്സേജ് വന്നു. അപ്പോൾ ഇത് വായിച്ചപ്പോഴാണ് ഓൾക്ക് മനസ്സിലായത് അങ്ങനെ സ്കാമറൊന്നുമല്ല, തൻ്റെ പേരിലാണ് തെറ്റുള്ളതെന്ന്. അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ ഓൾക്ക് ഭയങ്കരമായിട്ട് തന്നെ കിൾട്ടടിച്ച് തുടങ്ങി. താൻ കാരണം ഒരു ഇന്നസെൻ്റ് ആയിട്ട് സോളിനെ ഹെർട്ടായി എന്ന് അറിഞ്ഞതോടെ ഓൾ ആ വെൻഡറിനെ തേടിപ്പോയി. ആ വെൻഡർ ആ സ്ട്രീറ്റിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ആ വെൻഡറിനോട് ഇവൾ മനസ്സറിഞ്ഞ് അറിഞ്ഞു തന്നെ ക്ഷമ ചോദിച്ചു. പോരാത്തിന് ആ സ്ട്രീറ്റിൽ വീണ് കിടന്നാണ് ക്ഷമ ചോദിച്ചത്. ഓളുടെ ഈ അവസ്ഥ കണ്ടിട്ട് ആ വെൻഡർ തന്നെ ഇവളെ കൺസോൾ ചെയ്തു, ഹാർട്ട്ഫുള്ളി ഫോർഗീവ് ചെയ്യുകയും ചെയ്തു. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്, നമുക്ക് മിസ്റ്റേക്ക് പറ്റാം. നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, കേട്ടത് കണ്ടത് വെച്ചൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യും. ആൻഡ് അത് ഓക്കെയാണ്, കാരണം നമ്മുടെ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, അതാണ് നമ്മൾ ഇത്രയും കാലം സർവേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. പക്ഷെ നമ്മുടെ ജഡ്ജ്മെൻറ്റിൽ എപ്പോഴും ശരിയാകണമെന്നില്ല. അറിയാണ്ട് മിസ്റ്റേക്ക് ചെയ്യുന്നതല്ല പ്രോബ്ലം, ആ മിസ്റ്റേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതാണ് പ്രോബ്ലം. പൊതുവേ ഈ സിറ്റുവേഷനിൽ ഈ കൊച്ചെന്നല്ലാണ്ട് ഇപ്പോൾ വേറൊരു വ്യക്തിയാണ്, കോമൺ ആയിട്ട് വേറൊരു വ്യക്തിയാണെങ്കിൽ അവരെന്താ ചെയ്യുക? കിടന്ന് ഉരുളു. അതായത് പറയും സിറ്റുവേഷൻ കാരണം ചെയ്തു പോയത് ഞാൻ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ പറയും ഇതേപോലെ കുറേ സ്കാമേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് നല്ല കാര്യത്തിൽ ചെയ്താണ് തിരിച്ചറിയാൻ പറ്റുക എന്നൊക്കെ കിടന്ന് എക്സ്ക്യൂസും പറഞ്ഞും ബ്ലെയിം ഷിഫ്റ്റ് ചെയ്തും മറ്റേ വിക്ടിം കാർഡും കളിച്ചും ഇവിടെ ഇരുന്ന് കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കാശ്മീർ വരെ ഉരുണ്ടു പോയാലും ചെയ്ത തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം, അതായത് ആ വ്യക്തി ഡിസേർവ് ചെയ്യുന്നില്ല എന്നിരുന്നാൽ പോലും ഒരു സോറി പോലും പറയൂല. എന്തേ? ഈഗോ. സോറി പറഞ്ഞാൽ താൻ കൊച്ചായി മാറോ, തൻ്റെ വില പോവോ എന്നൊക്കെ ഒരു ചിന്ത. ഒരു തെറ്റ് ചെയ്താൽ സിൻസിയർലി ഗിൽറ്റ് ഫീൽ ചെയ്യുക, ഒരു സോറി പറയുക, ആ തെറ്റിനെ തിരുത്താൻ നോക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ ഹൈലി വാല്യൂഡ് പേഴ്സണാലിറ്റിയൊക്കെ മാറ്റുന്നത്. അല്ലാണ്ട് ഞാൻ മറ്റേ ഈഗോനെ പിടിച്ചോണ്ട് നിന്നുകൊണ്ട് സോറി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിൻ്റെ ഗ്രോത്ത് നിങ്ങൾ തന്നെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഈ സൊസൈറ്റി ബെറ്റർ ആക്കുക ഗവൺമെൻറ് മാത്രം ഈ ചേഞ്ചസ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ പോരാ, നമ്മളിൽ തന്നെ കുറേ ചേഞ്ചസ് വരുത്താനുണ്ട്. അത് വരുത്തിയാൽ മാത്രമേ സൊസൈറ്റി ബെറ്റർ ആകൂ. നെക്സ്റ്റ് ടൈം നിങ്ങൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ഓണർഷിപ്പ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഈഗോ മാറ്റിയിട്ട് ഒരു സോറി പറയാൻ അവൾ ചെയ്തു, നിങ്ങൾ ചെയ്യുമോ?